അല്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുക. ആ കുട്ടിക്ക് കൂട്ടാനുള്ള ഒന്നും ആക്കിയിട്ടില്ല. നേരം വെളുക്കുമ്പോ പണിക്കെടുക്കാൻ എന്നെ ഒഴിവുള്ളൂ. അപ്പൊ കുറച്ചേരം ഇരുന്ന് റിലാക്സ് ചെയ്യട്ടെ വെച്ചിട്ട് ഇവിടെ ഇരുന്നതാ. അപ്പൊ ഇന്ന് എന്താ കൂട്ടാനൊക്കെ കൊടുക്കുന്നത് കുട്ടിക്ക്? കൂട്ടാനൊക്കെ അടിപൊളി കൂട്ടാനൊക്കെ ഉണ്ട്. ഇന്നലെ പോയിട്ട് ഞങ്ങൾ പോയിട്ട് ചൂണ്ടലിട്ടിട്ട് മീനൊക്കെ കൊടുക്കണം. വരാലുണ്ട്, സിലോപ്പി ഉണ്ട്. അപ്പൊ അതിനോട് എന്താ ചെയ്യാൻ പോണേ? അതുകൊണ്ട് ചെയ്യാൻ പോണ അടിപൊളി കറി ഉണ്ടാക്കും, പൊരിക്കും ചെയ്യും. നമുക്ക് നോക്കിയാലോ എങ്ങനെയാന്ന്? ആ എന്നാ പോയത്. അപ്പളേ നന്നാക്കി വെച്ച വരാലിക്കറി നല്ല മസാല പറ്റിച്ച സിലോപ്പിയാണ് പൊരിച്ചത്. അതിന് ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ വെച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉലുവ, കുറച്ച് കടുക്, പിന്നെ കുറച്ച് ചെറുള്ളി ഇട്ട് നല്ല രീതിയിലാണ് വഴറ്റി കൊടുക്കുന്നത് കേട്ടാ. നല്ല രീതിയിലാണ് വഴറ്റി കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വേപ്പിന്റെ ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കുടംപുളി, കുറച്ച് വെല്ലുള്ളി എടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഫിഷ് മസാലയും കുറച്ച് മുളക് പൊടി ഇട്ട് നല്ല രീതിയിലാണ് നവിടുക. എന്നിട്ട് ആ പാനക്കണ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് വെള്ളക്കൂടെയും ഒഴിച്ചിട്ടേ നല്ല രീതിയിലാണ് തിളപ്പിക്കുക. എന്നിട്ട് അതിന് നമ്മളെ മെയിൻ ആയിട്ടുള്ള വരാലിനെ നമുക്ക് നയിക്കാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലാണ് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെയാണ് ഒഴിച്ചു കഴിഞ്ഞാല് സംഭവം കഴിഞ്ഞു. ഇതാണ് നമ്മളെ വരാലിക്കറി. സംഭവം സൂപ്പറാട്ടാ. അടുത്തതായിട്ടൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മളെ സിലോപ്പി കുട്ടന്മാർ ഓരോന്നായിട്ട് നമുക്ക് അതിൽ കടത്തി കൊടുക്കണം കേട്ടാ. എന്നിട്ട് അത് തിരിച്ചും മറിച്ചെടുത്തോ മൊരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാലേ നമ്മളെ സിലോപ്പി പൊരിച്ച അവിടെ റെഡിയാണ്. ഇതാ സിലോപ്പി പൊരിച്ചതും വരാലി കറിയും കൂട്ടി ചോറിനാല് എന്റെ മക്കളെ അടിപൊളിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വീഡിയോ ആവശ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ.